ശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാമീശ്വരീം. ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുന്നിൽ സ്നേഹിതരായിരിക്കുന്ന എല്ലാ ഭക്തിജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. ഭക്തിസാന്ദ്രമായ ചൈതന്യസാന്ദ്രമായ ഈ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുവാനും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഓടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുവാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന് ഒട്ടൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ആണ് ഈ ക്ഷേത്രം ഈ വിധം നിർമ്മിക്കപ്പെട്ടത് എന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഈശ്വരന്റെ അനുഗ്രഹം, സർവേശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ എന്നല്ല ഭാരതത്തിലുടനീളം, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം ജീർണാവസ്ഥയിലിരിക്കുന്ന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. പുനരുദ്ധാരണവും നവീകരണവും അങ്ങോളം ഇങ്ങോളം നടക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം അനേകം ബോർഡുകൾ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തെ, ജീർണോദ്ധാരണത്തെ അറിയിച്ചുകൊണ്ടുള്ള പരസ്യ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻകാലങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വർദ്ധിച്ച തോതിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ചുറ്റുപാടുമൊക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ തകർന്നടിഞ്ഞു പോയ നാമാവശേഷമായി പോയ പല ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങൾ കണ്ടെടുത്ത് പുനരുദ്ധരിക്കപ്പെടുന്ന കാഴ്ച വളരെയധികം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ജനങ്ങളിൽ ഈശ്വര വിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ്. പല സ്ഥലങ്ങളിലും വളരെയധികം നിരീശ്വരവാദം കൊടുമ്പിരികൊണ്ട് സ്ഥലങ്ങളിലാണ് വളരെ ഉത്സാഹപൂർവം ജനങ്ങൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ പൊതുവെ ഈശ്വര വിശ്വാസം ജനങ്ങളിൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ തന്നെയും ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശ്വര വിശ്വാസം കൊണ്ട്, ക്ഷേത്രവിശ്വാസം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, വ്യക്തികളിൽ ഉണ്ടാകേണ്ടതായ മാറ്റങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉണ്ടാകേണ്ടതായ ആ മാറ്റം, വ്യക്തികളിൽ ഉണ്ടാകേണ്ടതായ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ വളരെ നിരാശയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്.
എന്തിനു വേണ്ടിയാണ് ഈ ക്ഷേത്രവിശ്വാസം, എന്തിനു വേണ്ടിയാണോ ഈ ഈശ്വരവിശ്വാസം എന്ന് ശാസ്ത്രം, എന്തിനു വേണ്ടിയാണ് ക്ഷേത്രം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈശ്വരാരാധന എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നുണ്ടോ? സമൂഹത്തിൽ ഈശ്വരവിശ്വാസം കൊണ്ട്, ആധ്യാത്മികത കൊണ്ട്, ക്ഷേത്രവിശ്വാസം കൊണ്ട് ഏതു രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുന്നു. ആ രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ, വ്യക്തികളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ വളരെ നിരാശയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ക്ഷയാത്രായതേ ക്ഷേത്രം എന്ന് പറയും. ക്ഷയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. ഏത് രീതിയിലുള്ള ക്ഷയങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്, നമുക്കുണ്ടാകുന്നത്? ഐശ്വര്യം, നമുക്ക് ഐശ്വര്യത്തിന്റെ ക്ഷയം സംഭവിക്കാറുണ്ട്, സമ്പത്തിന്റെ ക്ഷയം. അതുപോലെ ആരോഗ്യപരമായ ക്ഷയം നമുക്ക് സംഭവിക്കാറുണ്ട്, ആരോഗ്യത്തിന് ക്ഷയം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ധർമ്മത്തിന്റെ, നന്മയുടെ ക്ഷയവും നമ്മൾ സംഭവിക്കാറുണ്ട്, സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഈ ക്ഷയങ്ങളെയൊക്കെ ഇല്ലാതാക്കി തീർക്കുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്, ക്ഷയങ്ങൾ ഇല്ലാതാക്കി നമ്മളെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. അപ്പൊ ഈ ഐശ്വര്യത്തിന്റെ, ഭൗതികമായ ഐശ്വര്യത്തിന്റെ കാര്യമായാലും ശാരീരികമായ ആരോഗ്യത്തിന്റെ കാര്യമായാലും ഈ ക്ഷയങ്ങൾക്കൊക്കെ യഥാർത്ഥമായ ഹേതു എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശാസ്ത്രം പറയുന്നത് ധർമ്മത്തിന്റെ ക്ഷയമാണ്. എവിടെയാണോ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത് അവിടെയാണ് സമൂഹത്തില് ഐശ്വര്യത്തിന്റെ ക്ഷയവും അതുപോലെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ക്ഷയവും സംഭവിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ധർമ്മത്തിന്റെ ആ ക്ഷയത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നതാണ്. നമ്മൾ ധർമ്മചിന്ത ഉളവാക്കുന്ന, സമൂഹത്തിൽ ധർമ്മചിന്ത ഉളവാക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ധർമ്മം എവിടെ ക്ഷയിക്കുന്നു അവിടെ മറ്റെല്ലാ ക്ഷയങ്ങളും ഉണ്ടാകുന്നു. എവിടെ ധർമ്മം പുനരുദ്ധരിക്കപ്പെടുന്നു, ക്ഷേത്ര പുനരുദ്ധാരണത്തോടെ എവിടെ ധർമ്മം പുനരുദ്ധരിക്കപ്പെടുന്നു അവിടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശാരീരികമായ ആരോഗ്യവും മാനസികമായ സംതൃപ്തിയും ശാന്തിയും ഒക്കെ ഉണ്ടാകുന്നു. നമ്മുടെ ശാസ്ത്രത്തിന്റെ തന്നെ നമ്മൾ പറയും, ഈശ്വര അവതാരങ്ങൾ പോലും, ഈശ്വരൻ പോലും മനുഷ്യനായിട്ട് അവതരിക്കുന്നത് ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന്. കാരണം ധർമ്മം ഒന്ന്, ആ ധർമ്മം കൊണ്ട് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ധർമ്മ പുനഃസ്ഥാപനത്തിലൂടെ മാത്രമേ ശരിയായ സമൂഹത്തിലെ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കുമുള്ള ഏകമാർഗം ധർമ്മം. വ്യക്തികൾ ആ ധാർമ്മിക മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആയിരിക്കണം ക്ഷേത്രങ്ങൾ നിലകൊള്ളേണ്ടത്. കേവലം ഉപരിപ്ലവമായ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. ആ ആചാരങ്ങളുടെ യഥാർത്ഥമായ ലക്ഷ്യമെന്ത്, ആ ആചാരം കൊണ്ട് നമുക്കുണ്ടാകേണ്ട മാറ്റം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം പലപ്പോഴും നമ്മൾ ശരിയായി ആചരിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ പലരും എന്തിനു നമ്മൾ ഇങ്ങനെ ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ അല്ലെങ്കിൽ അമ്മൂമ്മ ഒക്കെ തന്നെയും അത് ആചരിച്ചിരുന്നു. അപ്പൊ അത് അവരാചരിച്ചത് കൊണ്ട് ഞങ്ങളും ആചരിക്കുന്നു എന്നതിനപ്പുറം എന്തിനു വേണ്ടിയാണ് നമ്മളിത് ആചരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഈശ്വരാരാധന, നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശ്യം, അതുകൊണ്ട് എന്താണ് നേടേണ്ടത്, ഈശ്വരാരാധനയിലൂടെ നമുക്ക് ഇങ്ങനെ സുഖം ലഭിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഈശ്വര